അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ല. അതുപോലെ തന്നെ എനിക്ക് സുഖമായിട്ട് ഇരിക്കുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഞാൻ പുരക്കന്നെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഓട്ടപ്പവും ചോറെല്ലാം ഉണ്ട്. ഞാനിന്നെ വെക്കാമെന്ന് വിചാരിച്ചതാ. വെള്ളം തിളപ്പിച്ച് അരിയിട്ടിട്ടുണ്ട്. ഇറക്കി വെക്കണം. അത് ഇന്ന് സൺഡേക്ക് മാത്രമേ ഞാൻ ഇവിടെ ഉണ്ടാവും പുരക്ക്. എല്ലാ ദിവസവും ഓരോ ഇതിൽ അച്ചാറ് പിള്ളേരും വെച്ചുകൊടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ പിന്നെ പറ്റൂലല്ലോ പുരക്ക് നിൽക്കാൻ. അങ്ങനെ അടച്ച് വെച്ചു. അതിന് ഓട്ടപ്പം ചൂടുന്നുണ്ട്. ഇന്ന് മാപ്പിളക്ക് പണിയില്ല, ഇടാനുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട സാധനം മാപ്പിളക്ക് ഇത്. അവരുടെ നാട്ടിൽ, മലപ്പുറം നാട്ടിൽ ഇഷ്ടം ഉമ്മായി ചുട്ട് കൊടുക്കുന്നതിനെന്ത് ഓട്ടപ്പവും തേങ്ങപ്പാലും. അപ്പോൾ ഓട്ടപ്പം ഇതാ പോർന്നിട്ടുണ്ട്. ഞാൻ വേവണത്ര പോർന്നിട്ടുണ്ട്. ആവട്ടെ, ഒന്നാവട്ടെ. അവർക്ക് ഓട്ടപ്പം ചൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ചൂടേണ്ടത്. നല്ല പാങ്ങിൽ വേണ്ട. ഇനി പോരുന്ന കാട്ടിക്ക. എൻ്റെ മാപ്പിളവർക്ക് എപ്പോൾ ഇതന്നെ. ഞങ്ങൾ ഒരു കൊല്ലത്തേക്കല്ല ഇപ്പോൾ ഒരിക്കൽ പോകുന്നത്. അപ്പോൾ എന്താക്കും, അടുത്ത ഉമ്മ ചോദിക്കും നമ്മളോട്, പിന്നെ നിങ്ങൾ ഓട്ടപ്പം വേണോ അല്ല ദോശയോ പത്തിലോ വേണ്ടായിരുന്നു. അപ്പം മാപ്പിള പറയുന്നത് പെട്ടത്, ഉമ്മ എനിക്ക് ഓട്ടപ്പം മതി തേങ്ങപ്പാലൊന്നും. അതേപോലെ ഞാൻ പഠിച്ചു അവിടുന്ന് ചുട്ടിട്ട് ഒരു കയ്യിലെ ചെറിയൊരു കയ്യിലിനെ പോരണ്ടു. നല്ല പച്ചരിയും കുറച്ച് തേങ്ങയും കുറച്ച് ചോറും അങ്ങനെ കൂടിയിട്ട് അരക്കണം. നമ്മൾ പച്ചരി മാത്രം, പൊങ്ങലരി ഇടാൻ പാടില്ല. എല്ലാം ഇതാ വേണ്ട, ഇതിൻ്റെ പുറഞ്ഞണ്ട. നല്ല രസമാണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്. നമുക്ക് ഷുഗറല്ലിൻ്റെ വരിക്ക് എല്ലാം നല്ലതാണ്. എണ്ണ ആവില്ലല്ലോ, നല്ല പാങ്ങിൽ ആവും. നമുക്കെല്ലാം ഇഷ്ടമാണ്. പിന്നെന്താ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്ന. കുറേ ആയി വലിയ വീഡിയോ ഒന്നും എടുക്കലേ ഇല്ല, സമയം കിട്ടില്ല എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കുറേ ഓർഡർ ഉണ്ട് എനിക്ക്. ഗൾഫിലേക്കെല്ലാം കൊണ്ടുകൊണ്ട് അച്ചാറിൻ്റെ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പാക്കിങ് ആക്കും, നാളെ എല്ലായിടത്തും. ഇന്ന് ഒരു ദിവസം മാത്രമേ എനിക്ക് ലീവുണ്ട്. പിന്നെന്താ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്ന. എൻ്റെ യൂട്യൂബ് എല്ലാം കാണണം കേട്ടോ എല്ലാവരും. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ മോള് ഒരു ചെറിയ ഷോപ്പ് പിന്നെ തിരുവനന്തപുരം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് രാവിലെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ഓൺലൈനിലെ ബിസിനസ്സാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ആ സാധനത്തിൻ്റെ ഫോട്ടോ ഞാൻ ഇടുന്നുണ്ട്. ഓട്ടപ്പം ഇവിടെ റെഡിയായി. ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കാൻ ഇരിക്കുന്നതാ. നല്ല സൂപ്പർ ഓട്ടപ്പം. തേങ്ങാപ്പാൽ മാത്രമല്ല കേട്ടോ, ഇനി നല്ല മുട്ടക്കറിയും വേണം. പിന്നെ ഇത് ബീഫ് കറി, പയറ് കറി, കടലക്കറി എല്ലാത്തിനും ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് രണ്ടാക്കും എന്തെന്ന് ഈ തേങ്ങാപ്പാൽ വേണം. നമുക്ക് തേങ്ങാപ്പാൽ ഭയങ്കര ഇഷ്ടമാണ്. മുട്ടക്കറിയും ചിക്കനെല്ലാം നല്ല രസം ഉണ്ടാവും. തിന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നും. തിന്ന് നോക്കണ്ട, സൂപ്പറാണ്. നമുക്ക് ഇഷ്ടമാണ് രണ്ടുപേർക്കും. എല്ലാവരും ചുട്ട് നോക്കണം കേട്ടോ. ഞാൻ എല്ലാവരും ചായ കുടിച്ചെന്ന് വിചാരിക്കുന്നു. ഞാനും ചായ കുടിക്കട്ട്. ഇനി ചായ കുടിച്ചതിന് ശേഷം നമുക്ക് കാണാൻ വീട്. നല്ല ചോറായി. ഇപ്പോൾ ഇതാ കപ്പക്കായ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പപ്പായ എന്നും പറയും, കപ്പക്കായി എന്ന് നമ്മുടെ നീലേശ്വരം നാട്ടിൽ പറയും കേട്ടോ. മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ഇന്ന് പുതിയ ഇതൊന്നുമില്ല, ഭക്ഷണമൊന്നുമില്ല, സാധാരണ ഭക്ഷണം. നമ്മൾ എനിക്ക് ഇഷ്ടം പച്ചക്കറി. അതിലേക്ക് തന്നെ ചുവന്ന പരിപ്പ് കഴുകിയിട്ട് വെച്ചത് ഇതിലേക്ക് ഇടുന്നുണ്ട്. പരിപ്പ് ഏതും ഇടാം കേട്ടോ. ഇത് ചുവന്ന പരിപ്പ് ഇടാൻ വാങ്ങിയതുണ്ടായിന്, അതുകൊണ്ട് അതിട്ട്. ഒരു തക്കാളി, 2 പച്ചമുളക്, 1 കഷ്ണം നീരുള്ളി, അതും കൂടി ഇതിലേക്ക് ഇടുന്നു. പിന്നെ നമുക്ക് പ്രധാന അരവ് കൂട്ടണ്ടേ. ജീരകം, തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അരച്ച് വെച്ചത്, അതും കൂടി ഇതിലേക്ക് ഒഴിക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം.
ഇളക്കാം. കുറച്ച് വെള്ളവും കൂടി നമുക്കതിലേക്ക് ഒഴിക്കാം. ചെറിയ പരിപ്പ് വേഗം പോകും. അടച്ചു വെക്കാം. പിന്നെ നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു 3 പിസിൽ അടിക്കട്ടെ. അപ്പോൾ അത് വെന്തിരിക്കും. ഇത് കാണാം. അങ്ങനെ നമ്മളെ കപ്പക്കായും പരിപ്പും ഇവിടെ വെന്തോ നോക്കാം. നല്ല റെഡിയായി, നല്ല ഉടഞ്ഞ് വന്നിന്. എന്താ പിന്നെ നമുക്ക് ഇനി കടുക് വറുക്കാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ. കടുക് വറുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ആക്കണം. അപ്പോൾ നല്ല മണം കിട്ടും. ഞാൻ കുറേ പീടികയിൽ എൻ്റെ മാപ്പിള നടത്തിച്ച് ഉണക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. പരിപ്പ് കറിക്ക് നല്ല രസം ഉണ്ടാവും. പിന്നെ പച്ച മീനം കാട്ടി ഉണക്ക് പൊരിച്ചാൽ 2 തങ്ക് മാത്രമേ കിട്ടിയിട്ടു. വേറെ പീടികയിലും ഇല്ല അത്ര ഉണക്ക് ഇപ്പം മീനുണ്ടായതുകൊണ്ട്. അപ്പോൾ അവരോട് പറയുന്നത് നീ എന്നെ ഇങ്ങനെ നടത്തിച്ച ഓരോരോ പീടികയിലേക്ക് ഈ ഉണക്കിനും വേണ്ടിയിട്ട്. അങ്ങനെ ഉണക്ക് പൊരിക്കണം. പയറ് വറുത്ത് അതൊന്നും നിങ്ങളെ കാട്ടിച്ചിട്ട പിന്നെ നന്നായി കായിട്ട് അത് പൊട്ടുന്ന കറിവേപ്പില ഇട്ട് അങ്ങനെ നമുക്ക് ഇതിലേക്ക് തരും. അടിപൊളി കറിയുടെ റെഡിയായി. പിന്നെ നമുക്ക് ചോറ് കഴിക്കാം. അങ്ങനെ നമ്മളെ ചോറും കറിയെല്ലാം റെഡിയായി. മാപ്പിളയും ഞാൻ കഴിക്കാനിരുന്നു. നല്ല കപ്പക്കായും പരിപ്പും നല്ല നങ്കുണക്ക് പൊരിച്ചത് കേട്ടാ. ഉണക്കാന്ന് കേട്ടാ. പയർ വറവ് പിന്നെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കി അച്ചാണ്. നല്ല മാങ്ങച്ചാണ്. ഇത് വീടിലെ മക്കൾക്കെല്ലാം ദോശക്ക് പത്തിലിന് എല്ലാവർക്കും ഇത് ഇഷ്ടം പോലെ കഴിക്കും. കഴിക്കാൻ വരുന്ന ചിക്കനെല്ലാം വേക്കിൽ നിൽക്കും. ഉണക്ക് പൊരിച്ചതും പരിപ്പും കപ്പക്കായും കറി. ഇഷ്ടമാണ് ഉണക്ക്. എങ്ങനെയുണ്ട്? ചറ ഇന്ന് എല്ലാവരും ചോറ് കഴിച്ചു വിചാരിക്കുന്ന നല്ല വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോയ്ക്ക് നാളെ വരെ. അസ്സലാമു അലൈക്കും.